ഹായ്, വെൽക്കം ടു ഷാൻസിയാൻ ആർട്ട്. ഇന്ന് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലിപ്പിൻ്റെ ബേസ് മാത്രമാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇയേഴ്സ് ആൻഡ് ബോ എങ്ങനെ ചെയ്യേണ്ടതെന്നും ഇയേഴ്സ് ആൻഡ് ബോ ചെയ്തിട്ട് ബേസിൽ എങ്ങനെയാണ് ഗ്ലൂ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇയർ ആണ്. ഇയർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് പിങ്ക് കളർ യാണാണ് എടുത്തിരിക്കുന്നത്. 4-ply കോട്ടൺ യാണാണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യം പിങ്ക് കളർ യാൺ എടുക്കുക. പിങ്ക് കളർ യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യണം. ഹുക്കിനെ ഈ നോട്ടിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് യാണ് രണ്ട് സൈഡും വലിച്ച് യാണിനെ ടൈറ്റ് ചെയ്യണം. ഇനി ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ച് ആണ്. 13 ചെയിൻ സ്റ്റിച്ച് ആണ് ഇടേണ്ടത്. 13 ചെയിൻ സ്റ്റിച്ച്. 1 2 3 4 5 6 7 8 9 10 11 12 13 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. 13 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ചിനെ ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് ഈ കാണുന്ന ഓരോരോ ബമ്പിലുമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യണം. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ ആണ്. ഫസ്റ്റ് 3 ചെയിനിൽ 1 2 3 ഈ 3 ചെയിനിലും സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, മൂന്ന് ചെയിൻ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. ഇത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ 1 2 3. 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. 3 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് 3 ഹാഫ് ഡബിൾ ക്രോഷ്യ. 1 2 3 ഈ 3 സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. One 2 3 ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയ്യേണ്ടത് 5 ഡബിൾ ക്രോഷ്യ ആണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് 5 സ്റ്റിച്ചസിൽ 5 ചെയിൻ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. One 2 3 4 5 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഫസ്റ്റ് 3 സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 3 സ്റ്റിച്ചസിൽ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ 5 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്തത്. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിൽ 6 ഡബിൾ ക്രോഷ്യ. സെയിം സ്റ്റിച്ചിൽ തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ 6 ഡബിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ചിൽ 6 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. 1 2 3 4 5 6. ലാസ്റ്റ് സ്റ്റിച്ചിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്യും.
ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ആപ്പോസിറ്റ് സൈഡിലാണ് ഇനി സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത്. ആപ്പോസിറ്റ് സൈഡിൽ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യണം. നമ്മൾ ഇപ്പോഴും ലാസ്റ്റ് സ്റ്റിച്ചിൽ 6 ഡബിൾ ക്രൂഷ്യ ചെയ്തതാണ്. ആപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ ആപ്പോസിറ്റ് സൈഡിലെ ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ്. ഈ ഫസ്റ്റ് സ്റ്റിച്ച് ഈ നോട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് ഈ സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. സെക്കൻഡ് സ്റ്റിച്ചിൽ ഡബിൾ ക്രൂഷ്യ ചെയ്യുക. ഇനി നമ്മൾ 5 സ്റ്റിച്ചസിൽ ഡബിൾ ക്രൂഷ്യയാണ് ചെയ്യുന്നത്. ഈ സൈഡിൽ എന്താണോ ചെയ്തത് അതിൻ്റെ റിവേഴ്സ് ആയിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5 ഡബിൾ ക്രൂഷ്യയാണ് ഇനി ചെയ്യേണ്ടത്. 5 സ്റ്റിച്ചസിൽ ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് ഡബിൾ ക്രൂഷ്യ ചെയ്ത് തുടങ്ങണം. 1 2 3 4 5 ഡബിൾ ക്രൂഷ്യ ചെയ്തു. നെക്സ്റ്റ് ചെയ്യേണ്ടത് 3 ഹാഫ് ഡബിൾ ക്രൂഷ്യ. നെക്സ്റ്റ് 3 സ്റ്റിച്ചിൽ 3 ഹാഫ് ഡബിൾ ക്രൂഷ്യ ആണ് ചെയ്യേണ്ടത്. 1 2 3 ഹാഫ് ഡബിൾ ക്രൂഷ്യ. 3 സ്റ്റിച്ചസിൽ ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തു. ഇനി ലാസ്റ്റ് 3 സ്റ്റിച്ചസ് ആണ്. ഈ ലാസ്റ്റ് 3 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ വേണം ചെയ്യേണ്ടത്. 1 2 3 സിംഗിൾ ക്രൂഷ്യ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ചെയിൻ 1 ഇട്ട് കുറച്ച് യാൺ വിട്ട് യാണിനെ കട്ട് ചെയ്യണം. ഈ യാണിനെ വലിച്ച് പുറത്തെടുത്തിട്ട് ടൈറ്റ് ചെയ്യണം. യാൺ നീഡിൽ യൂസ് ചെയ്ത് പുറകിലോട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ യാണിനെ സെക്യൂർ ചെയ്യണം. ബാലൻസ് യാണിനെ കട്ട് ചെയ്ത് കളയാം. ബാലൻസ് യാണിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നെക്സ്റ്റ് ഇതുപോലെ ഒരു വയർ എടുക്കുക. വയറെടുത്ത് ഈ ഇയറിന് അനുസരിച്ചിട്ട് കുറച്ച് വയർ വന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ചിങ്ങനെ അളന്ന് നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. വൈറ്റ് കളർ യാൺ എടുക്കുക. വൈറ്റ് കളർ യാൺ എടുത്തിട്ട് ഇയറിൻ്റെ ഒരു എൻഡിൽ ഈ വൈറ്റ് കളർ യാണിനെ അറ്റാച്ച് ചെയ്യണം. വൈറ്റ് കളർ യാണിനെ ഇങ്ങനെ വലിച്ചിട്ട് ഈ വയർ എടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യണം വയറിന്.
ബാലൻസ് വരുന്ന വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ ലാസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീങ്ങി നിന്നാലും അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, ഒരു ചെയിൻ ഇട്ട് നമുക്ക് ആദ്യം തന്നെ ഈ യാണിനെ ഒന്ന് സെക്യൂർ ചെയ്യണം. നെക്സ്റ്റ് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. ഈ വയറിൻ്റെ പുറത്തൂടെ വേണം ചെയ്യാനായിട്ട്. സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത് ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യയാണ്. ഈ വയറിനെ നമ്മൾ കവർ ചെയ്ത് വേണം സ്റ്റിച്ചസ് ഇടേണ്ടത്. ഇനി ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ വേണം ചെയ്യേണ്ടത്. വയറിനെ കവർ ചെയ്ത് വേണം സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യയാണ് ഈ റൗണ്ട്, സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷ്യയാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഈ വയറിനെ കവർ ചെയ്ത് വേണം ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നത് പോലെ വേണം ചെയ്യേണ്ടത്. ഇതേപോലെ അങ്ങ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. സെക്കൻഡ് റൗണ്ടിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റിലും കൂടി നമുക്ക് സ്റ്റിച്ചസ് ഇടാം. ലാസ്റ്റിലെത്തി നമുക്കിനി ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. ചെയിൻ 1 ഇട്ട് കുറച്ച് യാൺ വിട്ട് വൈറ്റ് കളർ യാണിനെ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഈ യാണിനെ പുറത്തെടുത്തിട്ട് നമുക്ക് ഈ യാണിനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കണം. അതിന് മുന്നേ തന്നെ ഈ വയറിനെ നമുക്ക് ബാലൻസ് നിൽക്കുന്ന വയറിനെ ഒന്ന് കട്ട് ചെയ്യണം. യാൺ നീഡിൽ എടുത്തിട്ട് യാണിനെ കോർത്തിട്ട് ഈ യാണിനെ ബാക്കിലോട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. സെക്യൂർ ചെയ്തിട്ട് ബാലൻസ് യാണിനെ കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ നമുക്കിനി സെക്കൻഡ് ഇയർ കൂടി ചെയ്യണം. സെക്കൻഡ് ഇയറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ഇയേഴ്സ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബോയാണ്. ബോ ചെയ്യാനായിട്ട് പെയിൽ ഗ്രീൻ കളർ യാൺ എടുക്കുക. യാൺ എടുത്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് ചെയ്യാം. ഒരു ചെറിയൊരു മാജിക് റിംഗ് ചെയ്താൽ മതി. മാജിക് റിംഗ് ചെയ്തിട്ട് മാജിക് റിംഗ് ചെയ്തിട്ട് 6 ചെയിൻ ഇടണം. ചെയിൻ സ്റ്റിച്ച് ഇടണം. 1 2 3 4 5 6 ചെയിൻ ഇടണം. 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് 4 ട്രബിൾ ക്രോഷ്യയാണ്. 4 ട്രബിൾ ക്രോഷ്യയാണ്. ട്രബിൾ ക്രോഷ്യ ചെയ്യുന്നത് ഹുക്കിൽ യാണിനെ 2 പ്രാവശ്യം ചുറ്റിയിട്ട് ഹുക്കിനെ റിങ്ങിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ റിങ്ങിനുള്ളിൽ കൂടി വലിച്ചെടുത്ത് ഇപ്പോൾ ഹുക്കിൽ 1 2 3 4 ലൂപ്സ് ഉണ്ടായിരിക്കും.
ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിൽ കൂടി യാണിനെ പുറത്ത് കൊണ്ടുവരണം. വീണ്ടും 2 ലൂപ്പിനുള്ളിൽ കൂടി, ആദ്യം 2 ലൂപ്പിനുള്ളിൽ കൂടി യാണിനെ പുറത്ത് കൊണ്ടുവരണം. വീണ്ടും 2 ലൂപ്പിനുള്ളിൽ കൂടി യാണിനെ പുറത്ത് കൊണ്ടുവരണം. തേർഡ് ടൈമും 2 ലൂപ്പിനുള്ളിൽ കൂടി യാണിനെ പുറത്ത് കൊണ്ടുവരണം. ഇതാണ് ട്രബിൾ ക്രോഷ്യ. 4 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് 1 ചെയ്തു. ഇനി സെക്കൻഡ് 1. ടു, 3, 4. 4 ട്രബിൾ ക്രോഷ്യ ചെയ്തു. 4 ട്രബിൾ ക്രോഷ്യ ചെയ്തിട്ട് ചെയിൻ 5. 1, 2, 3, 4, 5. 5 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് റിങ്ങിനുള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സിംഗിൾ ക്രോഷ്യ ചെയ്ത് നെക്സ്റ്റ് 5 ചെയിൻ, വീണ്ടും 5 ചെയിൻ. 1, 2, 3, 4, 5. 5 ചെയിൻ ഇട്ടിട്ട് 4 ട്രബിൾ ക്രോഷ്യ. 1, 2, 3, 4. 5 ചെയിൻ. 1, 2, 3, 4, 5. 5 ചെയിൻ ഇട്ടിട്ട് റിങ്ങിനുള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇടാം. റിങ്ങിനെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാം. റിങ്ങിനെ ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയിൻ 1, കുറച്ച് നീളത്തിലൊന്ന് യാണ് വിടണം. കുറച്ച് നീളത്തിൽ യാണ് വിട്ടിട്ട് യാണിനെ കട്ട് ചെയ്യാം. യാണിനെ പുറത്തെടുക്കാം. റിങ്ങിനെ നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് ഈ നീളത്തിൽ വിട്ടിട്ടുണ്ടല്ലോ യാണ്, ഈ യാണിനെ ഇങ്ങനെ നടുക്കായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ഒരു 5-6 ടൈംസ് ചുറ്റിയാൽ മതിയാകും. ഇങ്ങനെ ചുറ്റിയിട്ട് ബാക്കിൽ നമുക്ക് ഈ 2 ടെയിൽ യാണിനെയും വർക്കിംഗ് സൈഡിലുള്ള യാണിനെയും കൂടി നമുക്ക് ടൈ ചെയ്യാം. കണ്ടോ, നല്ലപോലെ ടൈറ്റ് ചെയ്ത് ടൈ ചെയ്യാം. ഇളകി പോരില്ല, കാരണം നമ്മൾ ഇനി ഗ്ലൂ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അത് ഇളകി പോരില്ല, ഒട്ടിയിരുന്നോളും. ബാലൻസ് യാണിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ചെറിയൊരു ബോ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട് ബോ. ബേസ് റെഡി ആയിട്ടുണ്ട്, ഇയേഴ്സ് റെഡി ആയിട്ടുണ്ട്, ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ടിക് ടാക് ക്ലിപ്പിൽ ഗ്ലൂ ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് ടിക് ടാക് ക്ലിപ്പും ഫെൽറ്റ് പേപ്പറും എടുക്കണം. ഫെൽറ്റ് പേപ്പർ ഞാൻ നേരത്തെ തന്നെ ക്ലിപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. ക്ലിപ്പ് എടുത്തിട്ട് ഫെൽറ്റ് പേപ്പറിൽ ഇങ്ങനെ വയ്ക്കണം.
ഇനി നമുക്ക് ഗ്ലൂ ചെയ്യാം. ഇനി 2 ഇയേഴ്സ് എടുക്കുക. ഈ 2 ഇയേഴ്സ് എടുത്തിട്ട് ഇയേഴ്സിനെ ആ ഒരു ഇയറിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരണം. ഈ എൻഡിലോട്ട് കുറച്ചൊന്ന് കൂർമ്മിപ്പിച്ചിട്ട് ഈ വയർ യൂസ് ചെയ്യുന്നത് ഇയർ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻഡിനെ ഇങ്ങനെ ഒന്ന് കൂർമ്മിപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഗ്ലൂ ചെയ്യാം. നടുക്കായിട്ട് ഗ്ലൂ ചെയ്യാം. ഇനി ബോ ഇവിടെ നടുക്കായിട്ട് ഗ്ലൂ ചെയ്യാം. ക്യൂട്ടായിട്ടുള്ള ബണ്ണി ഇയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കിയത്? ബണ്ണി ഇയർ ഹെയർ ക്ലിപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. എല്ലാവരും തന്നെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രോഡക്ട്സ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ജിമെയിൽ ചെയ്യാവുന്നതാണ്. എൻ്റെ ജിമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരോ കമൻസും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ക്രോഷ്യ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.